കേരള സ്റ്റോറി എന്ന സിനിമയുടെ ആദ്യ ഭാഗം സൃഷ്ടിച്ച വിവാദങ്ങൾ കെട്ടടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ആദ്യ ഭാഗത്തിൽ കേരളം മാത്രമായിരുന്നുവെങ്കിൽ രണ്ടാം ഭാഗത്തിൽ മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും മതപരിവർത്തനമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നൊരു അജണ്ടയാണ് ഈ സിനിമയിലൂടെ അവർ വയ്ക്കാൻ ശ്രമിക്കുന്നത്. കേരളത്തിലെ ഒരു പെൺകുട്ടി മുസ്ലിം മാധ്യമ പ്രവർത്തകനുമായി പ്രണയത്തിലാകുന്നതും തുടർന്ന് അവൾ അനുഭവിക്കുന്ന ക്രൂരതകളുമാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. പ്രത്യേകിച്ച് മതം മാറാൻ വിസമ്മതിക്കുമ്പോൾ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തെയും ഇവിടുത്തെ ഭക്ഷണ രീതികളെയും വിദ്വേഷത്തിന്റെ നേരിൽ നിർത്താനാണ് സിനിമയുടെ ശ്രമം. ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെയാണോ കേരളം? ഒരിക്കലുമല്ല. കേരളം എന്ന സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് ഇവിടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ്. ഭക്ഷണം എന്നത് ഇവിടെ ഒരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാണ്. ഒരാൾക്ക് ബീഫ് കഴിക്കണമെങ്കിൽ കഴിക്കാം, വേണ്ടെങ്കിൽ വേണ്ട. അതിൽ ആരും ഇടപെടാറില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും അവർക്ക് കഴിക്കാൻ ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. ആരും കഴിക്കാൻ നിർബന്ധിക്കുകയുമില്ല, കഴിക്കാതിരിക്കാൻ ഫോഴ്സ് ചെയ്യുകയുമില്ല. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്. ആ സൗഹൃദപരമായ അന്തരീക്ഷത്തെയാണ് ബീഫ് എന്ന ഘടകത്തെ ഉപയോഗിച്ച് ഈ സിനിമ വികലമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിലവില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്ത് അത് സിനിമയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. കേരളം പോലെ ഉയർന്ന സാക്ഷരതയും മതേതര മൂല്യങ്ങളുമുള്ള ഒരു സമൂഹത്തെ അപകീർത്തിപ്പെടുത്തുക വഴി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ വർഗീയ വികാരം വളർത്താനാണ് ഇത്തരം സിനിമകൾ ശ്രമിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ 32,000 പെൺകുട്ടികൾ മതം മാറി എന്ന വ്യാജ പ്രചരണം നമ്മൾ കണ്ടതാണ്. അവസാനം കോടതി ഇടപെട്ടപ്പോൾ അത് 3 പേരുടെ മാത്രം കഥയാണെന്ന് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് തന്നെ മാറ്റി പറയേണ്ടി വന്നു. അതുപോലത്തെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാകും ഈ സിനിമയിലും ഉള്ളത്. ഭരണഘടന നൽകുന്ന ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം, ആർട്ടിക്കിൾ 25 മതസ്വാതന്ത്ര്യം എന്നിവ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇവിടെ മനുഷ്യർ ജീവിക്കുന്നത് ഭയത്തിലല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലാണ്. കേരളത്തിലെ പ്രണയങ്ങളും വിവാഹങ്ങളും മതപരിവർത്തനമോ അല്ലെങ്കിൽ തീവ്രവാദമോ ആയി കാണിക്കുന്നത് കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയെ തകർക്കാനുള്ള ശ്രമമാണ്. ഒരാളെ ബീഫ് കഴിപ്പിക്കുന്നത് ക്രൂരതയായി കാണിക്കുന്നവർ കേരളത്തിലെ തട്ടുകടകളിലും വീടുകളിലും ജാതി ഭേദമന്യേ ആളുകൾ ഇതൊരു സാധാരണ വ്യവമായി ആസ്വദിക്കുന്നത് കാണുന്നില്ല. സിനിമ ഒരു കലയാണ്. ആ കല വിദ്വേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ടതാണ്. കേരളത്തിന്റെ കഥ വെറുപ്പിന്റെ കഥയല്ല, അത് മതസൗഹാർദ്ദത്തിന്റെ കഥയാണ്, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ്.